സെവൻ സ്റ്റാർസ്. അപ്പോൾ നമ്മൾ സൈക്കിളായിട്ട് കുറേ റൈഡ് ഓടിച്ച് പോയിട്ട് അപ്പോൾ നമ്മൾ കക്കോട് എത്തിയപ്പോൾ നമുക്കൊരു പ്ലാൻ ഒന്ന് ചിക്കൻ വാങ്ങിയിട്ട് പൊരിക്കാന്ന്. അപ്പോൾ ചിക്കൻ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കഴുകാം. ഗ്രില്ലടിക്കുന്ന പോലെ ചട്ടിയൊക്കെ വെച്ച് പോയി. എൻ്റെ കൂടെ ആരൊക്കെയാ ഉള്ളത്? അമർദേശ് ഉണ്ട്, അമൽദേവേ നമ്മളെ കൂടെ ആദ്യമായിട്ടാണ്. അല്ല ആദ്യമായിട്ടല്ല, രണ്ടാമത്തെ വീഡിയോയിലാണ് ആള്. മൂന്നാമത്തെ അതെങ്ങനെ രണ്ടാമത്തെ വിലണ്ടതും എൻ്റെ ചിക്കൻ നന്നായിട്ട് കഴുകാണ്. നല്ല ചിക്കനാണ്. അപ്പം നമുക്ക് ഹൃദയം എന്നാൽ കഴിക്കോട്ടെ. അപ്പം നമുക്ക് കഴിക്കാം. സാറേ മോളോട് കാണിക്കും, മോളോട് കാണിക്കും. ഞാൻ കടിച്ചാണ് ഇതാണ് നമ്മള് കഴിക്കാൻ പോണ. നല്ല പൊടിയല്ലേ? എന്റെ ഫോട്ടോ ഫ്രെയിമിലോ. അപ്പൊ ക്യാമറമാൻ വീണ്ടും മാറുകയാണ്. അപ്പോൾ ഏതായാലും ഞങ്ങള് ചിക്കൻ ഒരു പ്രത്യേക ഒരു കോമ്പിനേഷൻ, ഒരു റെസിപ്പി ഒക്കെ ചെയ്യാൻ പോവാണ്. അതിനിടയ്ക്ക് അപ്പൊ അതും കട്ട് ചെയ്ത് നമുക്ക് പുള്ളിയടിക്ക് ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഹൃദയമാണ് ചെയ്യുന്നത്. ഹൃദയം പണി കഴിഞ്ഞു. നേരെ കടലിലേക്കാണ്. ടിക്കറ്റ് പരിപാടിയിലേക്ക് പോകാനുള്ള റെഡിയാണ്. കുറച്ച് എരിവെങ്കിലും വേണം. നിക്കട്ടെ മതി. ഈ അടുത്ത നമുക്ക് ഉപ്പിടാം. അല്ല ഉപ്പ് ലാസ്റ്റ് ഇടാം. എന്താ അത്രയൊന്നും വേണ്ട. ഇത് കാണാൻ പരിപാടി. അയ്യേ സാർ അത്ര ഉപ്പ് പോരാ, അത് കുറവല്ലേ? ചിക്കൻ പൗഡർ, ചിക്കൻ മസാല ഇടാൻ പോവാണ്. നാളെ ഉടൻ തന്നെ ഒരു വ്ളോഗ് വരില്ലേ നാളത്തെ. അപ്പൊ നാളത്തെ വ്ളോഗ് അടുത്ത 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതാണ്. തിങ്കളാഴ്ച നാളത്തെ വ്ളോഗ് വരും. നാളെ നമ്മൾ പണി എന്താ വെച്ചാൽ നമുക്ക് നാളെ സ്കൂളിൽ യാസിന്റെ എക്സാം ആണ്. അതുകൊണ്ട് നാളെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലൊക്കെ പോവാന്നുള്ളൊരു പ്ലാനുണ്ട്. അങ്ങനെ സാറേ നല്ല വൈക്കി ഇതൊക്കെ കാര്യം ആണല്ലോ. അപ്പൊ കുറച്ചധികം നാരങ്ങോളം ഉണ്ടാക്കാം ചിക്കനെ പൊരിക്കാൻ. സാറിനെ പിടിക്കാൻ പോകുന്നു.
രീതിയിൽ മഞ്ഞ കളറുള്ളതാണ്. എപ്പോഴും നമ്മൾ നാരകം മുറിക്കുമ്പോ ഇങ്ങനെ ഡയറക്റ്റ് എടുത്ത് മുറിക്കാതിരിക്കുക. അതല്ല ചെയ്യണ്ടത്. അയത്തേക്ക് ഇങ്ങനെ കറക്കുക. ഒരു ഭാഗത്തേക്ക് നീര് പോകും. ഇവിടെ ഒന്ന് മുറിക്കുക, ഉള്ള ഭാഗം നോക്കുക, പിയ്യുക. അസല് പൊട്ടല്ലേ. മഞ്ഞപ്പൊടി കുറച്ച് അധികം, കുറച്ച് മുളകിട്ട്, പക്ഷെ കുറച്ച് മുളകിട്. ചെറുതായിട്ട് വേണം, ഇതില്ലാത്ത നടക്കൂല. ഒരു മുളകുണ്ടോ? ഈ എത്ര ഉണ്ട്? എനിക്കറിയില്ല. ചുവപ്പ് കളർ കുറച്ച് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞ് നാരങ്ങ ഒറ്റിക്കും മോനെ. എടാ മാറ്റി ഇറ്റിച്ചോളൂ, ഈ എണ്ണം നിക്കണ്ട. നാരങ്ങ നീര്, ചെറുനാരങ്ങ നീരൊക്കെ വെച്ച് നല്ല ഒരു നമുക്കതിനെ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടച്ചു അതിന് തീരെ ഒറ്റിച്ചുണ്ട്. അധികം ഒറ്റിച്ചു കഴിഞ്ഞാല് ഞാൻ ജസ്റ്റ് ഒന്ന് കൈ മാഷ മസാല നക്കി നോക്കിയാണ്. അപ്പൊ ഉപ്പ് കുറവാണ് പറഞ്ഞു. അതിന് മാഷ വീണ്ടും കുറച്ചും കൂടി അങ്ങനെ കുരുമുളക് പൊടി ഇട്ട് ഞങ്ങൾ ഒന്നുകൂടി ഇതാ ഇങ്ങനെ കുഴക്കില്ല, ഞവുണ്ടാണ്. കോഴിക്കോട് ഭാഷ, കോഴിക്കോട് ഭാഷ. അങ്ങനെ നമ്മളത് മാഗ്നേറ്റ് ചെയ്ത് നന്നായിട്ട് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. മസാലയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് പിടിക്കണം. കോൺഫ്ലോർ ഉണ്ടോ? കോൺഫ്ലോർ ഇല്ല. കോൺഫ്ലോർ ഇല്ല. ബിസ്ക്കറ്റ് ഉണ്ടോ? അതാണ്. ഓക്കെ, ഒന്ന് തൊട്ട് നോക്കി നോക്ക്. ഉപ്പുണ്ടാവും. ഉപ്പില്ലേ? കുറവല്ലേ? ഭയങ്കര രസം. ഞാൻ നോക്കിയോട്ടെ. ക്യാമറ നോക്കിയോട്ടെ. ഇനി വേണ്ട, അത് പിന്നെ പൊരിയപ്പെടും. ഈ പാത്രം മൂടി വെക്കാം. എടാ ഒന്ന് പിടിക്കട്ടെ മസാല. ഈ വിറക്കില്ല. എണ്ണ ചൂടാവുന്നവരെ എണ്ണ ചൂടാവാനോ? എണ്ണ ചൂടാവാൻ അത്ര സമയം വേണ്ട. 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പൊ ഗൈസ് നമ്മൾ 10 മിനിറ്റ് അടക്കി വെച്ചാൽ പോലെ ഇരുമ്പുമ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഉപ്പും മുളകിട്ട് നല്ലോണം ഇതാക്കാൻ പോവാണ്. പറയല്ലേ. പ്ലേറ്റ് തടുക്കാൻ പോവാണ്. മാഷ പ്ലേറ്റ് പോലെ അതിന്റെ ആ ഒരു ഗ്രേവി ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ചിക്കൻ പൊരിച്ചിട്ടുണ്ട്. ഇവിടെ ഭീഷണിപ്പെടുത്തലൊക്കെ ഉണ്ട്. അല്ല നമ്മൾ എന്തെങ്കിലും കഴിക്കും ചിക്കൻ പൊരിച്ചിരിക്കും. അപ്പൊ നമ്മള് പൂജ്യം ചിക്കൻ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഭാഷ മതി. കൈ ഇനി കുറച്ച് അതിന് മുമ്പ് ഞാൻ ഗായ്സ് അപ്പൊ നമുക്കൊന്ന് തിന്ന് നോക്കാം. ഗായ്സ് നമ്മള് കഴിക്കാൻ പോണേ. സൂപ്പർ സൂപ്പറാ. കുത്താനെ ടേസ്റ്റ് അറിയുന്നില്ല. അല്ല ഒന്നും അറിയുന്നില്ല. ഇല്ലല്ലോ, ആ പുളിയായിട്ടാ. അടി ഇവർക്ക് അറിയണ്ടാ. അയ്യോ
അല്ല ഇരുമ്പിപ്പൊടി തിന്നു. ആ വെന്തുപൊടി വേണേ. ഇല്ല മാങ്ങയ്ക്കാണ് അതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ ആ ഒരു ടേസ്റ്റ് അറിയാം. ഞാനിങ്ങനെ തിന്നിട്ടുണ്ട് കൊറേ അമ്മലോട്ട് കാരണം കൊറേ മുളക് പൊടി ഇട്ടുണ്ട്. കടയുന്നില്ല. ഇപ്പൊ ഗായ്സ് നമ്മുടെ ധൃതുക്കുട്ടൻ പൂരി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് കാണിച്ചു. കുറെ നേരമായി ഇവിടെ കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ പപ്പടം പൊരിക്കുന്ന അരി പൂരി പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. വന്നു അതിഥികൾ എത്തി. മറ്റേ ക്യാമറക്ക് പൊരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എടുത്തതായി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫോൺ പൊരിച്ചത്. എണ്ണ കുറച്ച് അതിലേക്ക് ആക്കി എണ്ണയൊക്കെ പോട്ടല്ലേ. ഇവിടെ മുഴിഞ്ഞ് വരുന്നുണ്ട് നമ്മുടെ സ്വന്തം പൂരിമാമൻ. ട്യൂഷനില്ലേ നാളെ ട്യൂഷനോ ട്യൂഷനില്ല. ചിലപ്പോ പറയാൻ പറ്റില്ല. കലോത്സവമാണ് മാഷിന് പോകുന്നത് ട്യൂഷൻ. മാഷ് ഡാൻസ് പഠിപ്പിക്കണം. എന്താ അറിയില്ല, എന്തിൻ്റെ അറിയില്ല. ഡാൻസോ? അപ്പോൾ ഗായ്സ് ചിക്കൻ പൊരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ ഈ സവാള വലിയ ഉള്ളി ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇടാൻ പോവാണ്. അമർദേശനൊന്നും ചിക്കൻ ഇട്ടു ഓനെ പണിയെടുക്കാൻ വന്നില്ല. വലിയൊരു കാല് ചിക്കൻ ചിക്കൻ ഇങ്ങനെ വെന്ത് നല്ല ഗോൾഡൻ കളർ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. ഇവിടെ ആരോ രണ്ടുപേര് കർട്ടൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്നു. എല്ലാം കയ്യിലിട്ട് ഇനി നമ്മൾ നേരെ പ്ലേറ്റ് എടുക്കുന്നു, അതിലേക്ക് ഇടുന്നു, പൂരി ഇടുന്നു, കഴിക്കുന്നു. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാം ചെയ്തതിന് പോകണ്ട.